മൂന്നാമത്തെ കൊച്ചുള്ളപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു ബോയും ഒരു ഗേളും ഒരു ബോയും ഓൾറെഡി ഉണ്ടല്ലോ, ഇനി എന്തിനാണ് മൂന്നാമത്തെ ആള്? അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ എനിക്ക് അന്ന് മനസ്സിലായി അത് കർത്താവിൻ്റെ പ്ലാനാണ്. ആ വചനം വെച്ച് ആ ബ്രദർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കർത്താവിന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഒരു ഡ്രീമുണ്ട് അല്ലേ? ഒരു കർത്താവിൻ്റെ ഒരു ഡ്രീമിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്. ഞാനത് എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി പൈസ ഉണ്ടാക്കിയെങ്കിലോ, ലോകത്തിൽ ഒത്തിരി വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയെങ്കിലോ, ഒരു വലിയ ജോലി ചെയ്യുന്നതിലോ, വലിയൊരു കാറിൽ പോകുന്നതോ, വലിയ ഒരു വീട് കെട്ടിപ്പൊടുക്കുന്നതോ ഒക്കെ വേണ്ടതാണ്. ആവശ്യമാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതല്ല നമ്മുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സ്വപ്നത്തിനനുസരിച്ച് അലൈൻ ചെയ്യുക. കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടല്ലേ? ഈ കർത്താവിന് എന്നെക്കുറിച്ചൊരു ഡ്രീമുണ്ട്. അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോ പ്രമാണങ്ങളും അത്രയും സൂക്ഷ്മതയോടുകൂടിയും അത്രയും സ്നേഹത്തോടുകൂടിയും അത്രയും ആത്മാർത്ഥതയോടും കൂടി പാലിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിധി ദിവസത്തിൽ ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുക, നല്ലവണ്ണം വിശ്വസ്തയുമായ എൻ്റെ സ്നേഹിത എന്ന് വിളിക്കുവൻ, അല്ലെ ഒരു സ്നേഹിതയെ എന്നവൻ വിളിക്കും കേട്ടോ. ആ വിളി കേൾക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നിനും തരാൻ പറ്റത്തില്ല. ഈ ക്രിസ്തു നമ്മളെ മൈ ബിലവഡ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും വലിയൊരു സന്തോഷവും അതിനേക്കാട്ടിലും വലിയൊരു സ്ഥാനവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും നമുക്ക് തരാൻ പറ്റത്തില്ല. കർത്താവിന് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഒരു ഡ്രീം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ കർത്താവിൻ്റെ ഡ്രീം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അപ്പോൾ ചിട്ടപ്പെടുത്തി കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതം ഭയങ്കര ഒരു സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പാണ് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഈ സൂമിലായിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും കർത്താവിന് വലിയ പദ്ധതികളും വലിയ ഡ്രീംസും ഉണ്ടല്ലേ പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഒരു പ്രകാശമായി നിൽക്കണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? അത് ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കുക കേട്ടോ. ചിലപ്പോഴും നമ്മൾ ഓൾറെഡി ഒരു നല്ല ലൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മളൊരു ചെറിയൊരു ക്യാൻഡിൽ ലൈറ്റ് ആയിരിക്കാം അല്ലേ? അപ്പോൾ നമ്മളൊരു ക്യാൻഡിൽ ലൈറ്റ് ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളൊരു 80 വാട്ട് ബൾബാകാനായിട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 100 വാട്ട് ബൾബാകാനായിട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ആ 100 വാട്ട് ആയി കഴിയുമ്പോൾ ഒരു 1000 വാട്ട് ആകാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് പിന്നെ നമ്മളൊരു നക്ഷത്രത്തിൻ്റെ ഒരു തെളിച്ചത്തിലേക്ക് വളരാൻ ട്രൈ ചെയ്യാം. സോ ഇറ്റ്സ് എ ഗ്രാജുവൽ ജേർണി കേട്ടോ. ചെറുതായിട്ടൊരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദൈവകൃപ നിരസിച്ചാൽ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത്. മലയെ സമീപിക്കുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണം എന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും
പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സൗധത്തിലേക്കും ആബേലിൻ്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. അന്ന് അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. ഇളക്കപ്പെടാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണിത്. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭക്ത്യാദരങ്ങളോടെ സമർപ്പിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കർത്താവായ ഈശോയെ, ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ മണിക്കൂറിനായിട്ട് കർത്താവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവെ, അടിയനെ പരിപൂർണമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് എൻ്റെ നാവിൻ്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കണമേ. കർത്താവെ, അവിടുന്ന് എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തെ, എൻ്റെ ചിന്തകളുടെ നിയന്ത്രണത്തെ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ. അവിടുന്ന് ആഗ്രഹിക്കാത്ത ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് വീഴുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കരുതേ. കർത്താവെ, ഇവർക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളവ എന്താണ് എന്ന് കർത്താവെ അവിടുന്ന് അറിയുന്നു. അവർക്ക് വേണ്ടത് എൻ്റെ നാവിലൂടെ കർത്താവെ അവിടുന്ന് തന്നെ സംസാരിക്കണമേ. എൻ്റെ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും കർത്താവെ അവിടുന്ന് കണക്കാക്കരുതേ. എല്ലാ തെറ്റുകളും കർത്താവെ ക്ഷമിക്കണമേ. കർത്താവെ, ഈ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി കർത്താവെ അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് വാഗ്ദാനം ചെയ്തു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ ഈ സമയം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളെയും കർത്താവെ ഈ നിമിഷം ഞങ്ങളിൽ നിന്നും, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും കർത്താവെ അവിടുന്ന് നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും കർത്താവെ അടിയൻ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട വൈദികനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായിട്ടും പ്രത്യേകം നന്ദി പറയുന്നു കർത്താവെ. അവരുടെ പ്രത്യേകമായ ആവശ്യങ്ങളെല്ലാം കർത്താവെ അവിടുന്ന് നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോരുത്തരെയും പേര് ചൊല്ലി കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരെ ഓരോരുത്തരെയും കർത്താവെ അനുഗ്രഹിച്ചുയർത്തണമേ. അങ്ങയുടെ ഒരു സാക്ഷിയായി ജീവിക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കർത്താവെ നൽകണമേ. കർത്താവെ, അവിടുന്ന് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവല്ല, എൻ്റെ കൂടെ ആയിരിക്കുന്ന കർത്താവാണ്. നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവനാണ് അവിടുന്ന്. കർത്താവെ, അങ്ങയുടെ ശിഷ്യന്മാരോടൊപ്പം അവിടുന്ന് എപ്പോഴും ഉണ്ടായിരുന്നു. സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുന്നതിന് മുമ്പ് അവിടുന്ന് വാഗ്ദാനം ചെയ്തു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. കർത്താവെ, എമാവോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ അവിടുന്ന് നടന്നു. കർത്താവെ, അവരുടെ കണ്ണുകളെ അവിടുന്ന് തുറന്നു. കർത്താവെ, ഈ നിമിഷം അവിടുന്ന് ഞങ്ങളോടൊപ്പവുമായിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ കർത്താവെ അവിടുന്ന് തുറക്കണമേ. കർത്താവെ, അവിടുത്തെ സത്യം ഗ്രഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കണമേ. കർത്താവെ, അങ്ങ് ആയിരിക്കുന്നത് പോലെ, അങ്ങ് കാണുന്നത് പോലെ ഞങ്ങളെ തന്നെ കാണുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നോ കർത്താവെ, അങ്ങേക്ക് അത് അറിയാമല്ലോ. അങ്ങ് ഞങ്ങളെ കാണുന്ന ദൈവമാണ്. അവിടുന്ന് ഞങ്ങളെ കാണുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളെ കാണുവാനുള്ള ഒരു കൃപാവരം കർത്താവെ അവിടുന്ന് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളാണ് ഉള്ളതെന്ന് കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവെ, ഞങ്ങൾ നടക്കേണ്ട പാത ഏതാണെന്ന് കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിനെ പോവുക എന്ന ആ സ്വരം ശ്രവിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നിമിഷം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ആഗ്രഹിക്കാത്തൊരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് വീഴാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ കുറച്ച് പേർക്ക് എന്നെ അറിയാമായിരിക്കും, കുറേ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പം എൻ്റെ പേര് നിധി, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് കഴിഞ്ഞ 2001 തൊട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡും ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ 25-26 വർഷമായിട്ട് ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ഒറിജിനലി ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ്. അപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് 5 മക്കളെ ദാനമായി നൽകിയിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് മോളെ കൺസീവ് ചെയ്യുന്നത്. അപ്പം അത് വലിയൊരു ട്രീറ്റ്മെൻറ്റോ ഒരു മെഡിസിനോ ഒന്നും എടുക്കാതെ ഞാൻ എപ്പോഴും ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അവർ കുറച്ച് ബേസിക് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എവറിത്തിങ് ഫൈൻ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിടും. ആരും ട്രീറ്റ്മെൻറ്റ് ഒന്നിനും എടുക്കത്തില്ലായിരുന്നു. ഒന്നും തന്നെ ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പം ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞിനെ തന്നു. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് 3.5 വർഷം ഞാൻ ഒരു കുഞ്ഞും കൂടെ വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. കാരണം ഞങ്ങൾ 3 മക്കളാണ്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ബോണ്ടാണ് എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്ററും ഒക്കെ ആയിട്ട്. അപ്പം എൻ്റെ മോക്കും ആ ഒരു ബോണ്ട് മിസ് ചെയ്യരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരു മോനെ കൂടെ തരണമെന്ന് പ്രാർത്ഥിച്ചു ഈശോയോട്. അപ്പം സത്യം പറഞ്ഞാൽ അച്ഛൻ ഈശോയെ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ ആ അച്ഛൻ്റെ കുപ്പായത്തിൽ തൊട്ടിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു മോനെ തരണം, എൻ്റെ ഒറ്റ മോളായി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെയാണ് എൻ്റെ മോനുണ്ടായത്. അപ്പം ഞാൻ അവനെ പ്രാർത്ഥിച്ച് വാങ്ങിച്ചത് കൊണ്ട് ഞാൻ അവന് സാമുവൽ എന്നാണ് പേരിട്ടത്. അത് കഴിഞ്ഞിട്ട് അവനുണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സർപ്രൈസ് പോലെ ഞങ്ങൾക്ക് 3ാമത്തെ മോനും ഉണ്ടായി, ഡാനിയൽ. അത് കഴിഞ്ഞ് 4ാമത്തെ ഒരു മോളൂടെ ഉണ്ടായി. ഞാൻ എൻ്റെ പല ടെസ്റ്റിമണിയിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ സമയം ഒത്തിരി പോകുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. 4ാമതൊരു മോളും കൂടെ ഉണ്ടായി, 5ാമത്തെ ഒരു മോനൂടെ ഉണ്ടായി. അങ്ങനെയാണ് 5 മക്കൾ. അപ്പം ഞാനൊരു ഇവിടെ ഒരു കന്നഡ ധ്യാന കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷകർക്കും അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർക്കും എല്ലാം ഒരു ധ്യാനത്തിന് ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ പോയി ക്ലാസ് എടുത്തിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഭയങ്കര ഒരു അഭിഷേകം നിറഞ്ഞ കൂട്ടായ്മയായിരുന്നത്. ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഭയങ്കര പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് ആയിരുന്നു അവിടെ. അപ്പം ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ബ്രദർ ഓടി വന്ന് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് 5 മക്കളാണ്, അപ്പോൾ എത്ര ബോയ്സും എത്ര ഗേൾസും ആണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ 3 ബോയ്സും 2 ഗേൾസും ആണ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് സാമുവൽ 2:21 തന്നു. ഹന്ന കൺസീവ്ഡ് ആൻഡ് ബോർ 3 sons and 2 daughters ആൻഡ് ബോയ് സാമുവൽ ഗ്രൂ അപ്പ് ഇൻ ഹിസ് പ്രസൻസ്. ബാലനായ ശമൂവേലാകട്ടെ ദൈവസന്നിധിയിൽ വളർന്നു വന്നു എന്നുള്ള ആ ഒരു വചനം അദ്ദേഹത്തെ ഹോളി സ്പിരിറ്റ് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ഒരു സാമുവലുണ്ട്, ഞാനും അവനെ ചോദിച്ച് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. പിന്നെയാണ് എനിക്ക് ആ നമ്പേഴ്സ് ക്ലിക്ക് ചെയ്തത്, 3 daughters and 3 sons and 2 daughters എന്നുള്ളത്. അപ്പോൾ അതൊരു ദൈവിക പദ്ധതിയാണെന്ന്. അപ്പോൾ പലരും നമ്മളോട് പറയും നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അധികം, എന്തിനാണ് 3ാമത്തെ കൊച്ചുള്ളപ്പോൾ എന്നോട് ചോദിച്ചു ഒരു ബോയും ഒരു ഗേളും ഒരു ബോയും ഓൾറെഡി ഉണ്ടല്ലോ, ഇനി എന്തിനാണ് 3ാമത്തെ ആള്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ എനിക്ക് അന്ന് മനസ്സിലായി അത് കർത്താവിൻ്റെ പ്ലാനാണ്. ആ വചനം വെച്ച് ആ ബ്രദർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതിനേക്കാട്ടിലേറെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഒരു ഡ്രീം ഉണ്ടല്ലേ. കർത്താവിൻ്റെ ഒരു ഡ്രീമിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്. ഞാനതെൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി പൈസ ഉണ്ടാക്കിയെങ്കിലോ ലോകത്തിൽ ഒത്തിരി വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയെങ്കിലോ ഒരു വലിയ ജോലി ചെയ്യുന്നതിലോ വലിയ ഒരു കാറിൽ പോകുന്നതോ വലിയ ഒരു വീട് കെട്ടിപ്പൊടുക്കുന്നതോ ഒക്കെ വേണ്ടതാണ്. ആവശ്യമാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം, അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതല്ല നമ്മുടെ സക്സസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സ്വപ്നത്തിനനുസരിച്ച് അലൈൻ ചെയ്യുക. കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടല്ലേ, കർത്താവിന് എന്നെക്കുറിച്ചൊരു ഡ്രീമുണ്ട്. അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ്
എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആണെന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് ചെയ്യാതെ ബാക്കിയെല്ലാം ചെയ്താൽ ലോകപ്രകാരം ഞാൻ വലിയ സക്സസ് ആണെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും കർത്താവ് അന്ത്യ ന്യായവിധിയുടെ സമയത്ത് അതൊരു സക്സസ് ആയി കരുതണമെന്നില്ല. അപ്പം ബാക്കിയൊന്നും വേണ്ട എന്നോ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ആ പ്രയോറിറ്റി കൃത്യമായിട്ട് മനസ്സിലാകണം. അതായത് കർത്താവിൻ്റെ ഒരു ഡ്രീം അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലായി കർത്താവിന് നമ്മളെക്കുറിച്ചെല്ലാം ഒരു വലിയ പദ്ധതിയും ഒരു പ്ലാനും ഒരു ഡ്രീമും ഉണ്ടല്ലേ. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഓരോ പദ്ധതികളുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഒരു നല്ല ഭാര്യയാകണം, ഈ ആളുടെ കല്യാണം കഴിച്ച് ഒരു ഉത്തമയായ ഭാര്യയായി ജീവിക്കണം അല്ലേ. ഒരു ഭാര്യ എന്ന പദവിയിലേക്ക് എന്നെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ മകള് ഒരു നല്ല ഭാര്യയായിട്ട്, ഉത്തമ ഭാര്യയായിട്ട് ആ കുടുംബത്തിൽ ഒരു വിളക്കായിട്ട് ശോഭിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആ സമയത്തെ ഡ്രീം. ഉത്തമ ഭാര്യ മാത്രമല്ല, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു നല്ല മകളും ആയിരിക്കണം, അല്ലെ ഒരു മരുമകളും ആയിരിക്കണം. നമ്മൾ ആ കുടുംബത്തിലേക്ക് പോകുമ്പോൾ ആ മാതാപിതാക്കളെ നമ്മുടെ മാതാപിതാക്കളായിട്ട് തന്നെ കരുതി അതുപോലെ അവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ആയിരിക്കണം നമ്മൾ ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മോളോട് പറഞ്ഞു കൊടുക്കും. അവൾക്കിപ്പോൾ 18 വയസ്സുണ്ട്. പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും പറയാറുണ്ട്, പക്ഷെ എൻ്റെ മോളോടും ഞാൻ പറയാറുണ്ട്, നമുക്ക് 10 കൽപ്പനകൾ കർത്താവ് തന്നിട്ടുണ്ട് അല്ലേ. 10 കൽപ്പനകൾ നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പാലിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസി അല്ലെ കർത്താവിൻ്റെ ഒരു മകനെന്നോ ഒരു മകളെന്നോ ഒക്കെയുള്ള നിലയിലേക്ക് നമ്മൾ ഉയരുന്നത്. പക്ഷെ ആ കൽപ്പനകളൊക്കെ ഉള്ളപ്പോൾ തന്നെയും നമുക്ക് പല രീതിയിൽ അതിനെ പാലിക്കാം അല്ലേ. ഒന്ന് നമുക്കൊരു ഈസി മട്ടിൽ അതിനെ എടുക്കാം. രണ്ടാമത് നമുക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കാം. മറ്റേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന കൽപ്പന, 4ാമത്തെ കൽപ്പന ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക. 4ാമത്തെ കൽപ്പന, എൻ്റെ പേരൻസിനെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ഞാനൊരു ഈസി പാത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഈസി ടു ഒരു മീഡിയം പാത്ത് അല്ലേ. അല്ലെങ്കിൽ ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം നിവർത്തിച്ചു കൊടുക്കും പോലും ഞാനൊരു മീഡിയം പാത്തിൽ കൂടെ പോകുന്നുള്ളൂ. പക്ഷേ ഞാൻ പെർഫെക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസിനെ, മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായിട്ട് കരുതുമ്പോഴാണ് ഞാൻ ആ കൽപ്പന പൂർണ്ണമായും പാലിക്കുന്നുവെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഓരോ കൽപ്പനയും നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പം നീ വ്യഭിചാരം ചെയ്യരുത് എന്നൊരു കൽപ്പന ദൈവം തന്നിട്ടുണ്ടല്ലേ. വ്യഭിചാരം ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു കൽപ്പനയെ പാലിക്കുന്നുള്ളൂ. പക്ഷെ ജോബ് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു, ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും അല്ലേ. ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ്, ഹൗ ദെൻ കുഡ് ഐ ലുക്ക് അപ്പോൺ എ വെർജിൻ. ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. ജോബ് എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് തൻ്റെ കണ്ണുകളെ പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ചത് അല്ലേ. അപ്പം ജോബിനെ പോലെ നമ്മൾ കണ്ണുകളെ പരിശുദ്ധമായി സൂക്ഷിക്കുമ്പോൾ മാത്രമേ, നമ്മുടെ ചിന്തകളെ പരിശുദ്ധമായി സൂക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ആ പ്രമാണം ഏറ്റവും പെർഫെക്റ്റായി ഞാൻ പാലിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ നമ്മൾ ഓരോ പ്രമാണങ്ങളും അത്രയും സൂക്ഷ്മതയോടുകൂടിയും അത്രയും സ്നേഹത്തോടുകൂടിയും അത്രയും ആത്മാർത്ഥതയോടും കൂടി പാലിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിധി ദിവസത്തിൽ ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുക, നല്ലവളും വിശ്വസ്തയുമായ എൻ്റെ സ്നേഹിത എന്ന് വിളിക്കും അവൻ, അല്ലെ ഒരു സ്നേഹിതയെ എന്നവൻ വിളിക്കും കേട്ടോ. ആ വിളി കേൾക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിൽ വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നിനും തരാൻ പറ്റത്തില്ല. ഈ ക്രിസ്തു നമ്മളെ മൈ ബിലവഡ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിൽ വലിയൊരു സന്തോഷവും അതിനേക്കാട്ടിൽ വലിയൊരു സ്ഥാനവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും നമുക്ക് തരാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ ആ ഒരു ലാസ്റ്റ് ദിവസത്തെ ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദാറ്റ് ഈസ് ഇറ്റേണിറ്റി അല്ലേ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് 7-10 ഏറെയായാൽ 80 മാത്രം അല്ലേ. അതിനപ്പുറത്തേക്ക് നമ്മൾ ജീവിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. വിൽ ബി ഹിയർ ഓൺലി ഫോർ എ ഫ്യൂ ഇയേഴ്സ് അല്ലെ, ഫ്യൂ ഡെക്കേഡ്സ് അല്ലേ. പക്ഷെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഇറ്റേണിറ്റിയാണ് അല്ലേ. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ലോകപ്രകാരം ചിന്തിച്ചാൽ പോലും ആ ഇറ്റേണിറ്റി നഷ്ടപ്പെടുത്തുന്നത് വലിയൊരു മണ്ടത്തരമാണ് അല്ലേ. അപ്പം ആ ഒരു ഡ്രീമിനനുസരിച്ച്, കർത്താവിൻ്റെ വലിയൊരു ഡ്രീമിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ഒരു വലിയ
കർത്തവ്യം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് അന്ന് ആ ബ്രദർ അങ്ങനെ പറഞ്ഞപ്പോൾ പല കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ട് ഒന്ന് ഞാൻ ഓർത്തത്, എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ചൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല ഭാര്യയായിരിക്കണം, നല്ല മകളായിരിക്കണം, നല്ല മരുമകളായിരിക്കണം. അപ്പോൾ പലപ്പോഴും ഞാനതൊന്നും ആയിരുന്നില്ല അല്ലേ. പലപ്പോഴും നമുക്ക് അതിലൊക്കെ വീഴ്ചകൾ വരും. പക്ഷെ അങ്ങനെയെല്ലാം വരുമ്പോഴും കർത്താവ് നമ്മളെ കാണിച്ചു തരുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അത് വീഴ്ചകൾ വരുന്നത് കർത്താവിന് ഓക്കെയാണ് അല്ലേ. പാപങ്ങൾ, പ്രലോഭനങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ഉണ്ടാകാം. പക്ഷെ അതിൽ നമ്മൾ തുടരാതെ അതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ ആ യാക്കോബിന്റെ ഗോവണി കയറിക്കൊണ്ടിരിക്കണം അല്ലേ, വിശുദ്ധിയിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. അപ്പം ശരി, ഒരു നല്ല മരുമകളായിരുന്നില്ല ഞാൻ എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തിട്ട് ഒരു നല്ല മരുമകളായി തീരണം. അപ്പോൾ കർത്താവിന് എന്നെ കുറിച്ചുള്ള ആ ഡ്രീം ഫുൾഫില്ലായി അല്ലേ. അപ്പം നല്ലൊരു ഭാര്യയായിരിക്കണം, നല്ലൊരു മകളായിരിക്കണം, നല്ലൊരു മരുമകളായിരിക്കണം. അത് കഴിയുമ്പോൾ കുട്ടികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരും അല്ലേ. അപ്പോൾ അവിടെ നമ്മളൊരു നല്ല അമ്മയായിരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല അപ്പനായിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി സ്ഥലം ദൈവം ഒരുക്കി തരും അല്ലേ. അവിടെ നമ്മളൊരു വിളക്കായിട്ട് നിൽക്കണം. അതൊക്കെയാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഒരു ഡ്രീം. അത് കഴിയുമ്പം കർത്താവ് നമുക്ക് ഓരോന്ന് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പെർഫെക്റ്റായി കഴിയുമ്പോഴാണ് അടുത്തതിലേക്ക് ദൈവം വിളിക്കുക കേട്ടോ. അപ്പം എനിക്ക് എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എൻ്റെ ലാസ്റ്റ് മോൻ ഉണ്ടായിക്കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എന്നെ ദൈവവേലയിലേക്ക് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് 4 മാസം ഉള്ളപ്പോഴാണ് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ, എൻ്റെ ലൈഫ് ഗിവിങ് വാട്ടേഴ്സ് ചാനൽ ലോഞ്ച് ചെയ്തത്. അപ്പം ഞാൻ ഒത്തിരി അതിനു മുമ്പും ഞാൻ കുറച്ച് ക്ലാസ്സൊക്കെ എടുക്കാനുള്ള അവസരം കർത്താവ് തന്നു. അപ്പം എനിക്കൊരു വലിയ പ്രോമിസ് കിട്ടിയായിരുന്നു. ഞാനൊരു 17 വയസ്സുള്ളപ്പം ഞാൻ പല പ്രാവശ്യം എൻ്റെ സാക്ഷ്യങ്ങളിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എനിക്കൊരു വലിയ പരിശുദ്ധാത്മ അഭിഷേകം കിട്ടി. അത് കഴിഞ്ഞൊരു ധ്യാനം അറ്റൻഡ് ചെയ്തപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ജെറുസലേമിലും ശമരിയായിലും യൂദയായിലും ലോകത്തിൻ്റെ അതിർത്തി വരെയും എൻ്റെ സാക്ഷിയായിരിക്കുമെന്ന്. 17 വയസ്സിൽ കിട്ടിയ ആ ഒരു പ്രോമിസ് ആക്ച്വലി ഫുൾഫില്ലായത് 42 വയസ്സിലാണ്. അപ്പം അപ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ കർത്താവിനെ ആ ഇതിലേക്ക് വിളിച്ചത്. അപ്പം അതുവരെയുള്ള ഒരു സമയമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രിപ്പറേറ്ററി ഫേസ് ആയിരുന്നു, എൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ ഫേസ് ആയിരുന്നു. അല്ലെ, കർത്താവിനെ പല പല കാര്യങ്ങളിലൂടെ കടത്തി വിടുമായിരുന്നു. കർത്താവിന് പല പ്ലാനുകളുണ്ടായിരുന്നു, പല പദ്ധതികളും നിറവേറ്റണമായിരുന്നു. അപ്പം അവസാനത്തെ ഇതായിരുന്നു 5 മക്കളുടെ അമ്മയാകുക എന്നൊരു വലിയ ഒരു ദൗത്യം, അല്ലെങ്കിൽ ഒരു ദൈവത്തിനൊരു വലിയ ഡ്രീം ഉണ്ടായിരുന്നു എന്നെക്കുറിച്ച്. അപ്പം ആ 5 മക്കൾക്ക് 5ാമത്തെ കുഞ്ഞിന് ഓപ്പൺ ആകാനുള്ള നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാം C-സെക്ഷൻ ആയിരുന്നു. പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ കാരണം എനിക്കത് എൻ്റെ ഏജ് എല്ലാം കൊണ്ടും അതെനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കർത്താവ് ആവശ്യപ്പെട്ടപ്പോഴും നമ്മൾ ആ ഒരു ഇതിനു വേണ്ടി, നമ്മൾ ലൈഫിന് വേണ്ടി ഓപ്പണായി. 5ാമത്തെ കുഞ്ഞും കൂടെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് കർത്താവ് തൻ്റെ ആ വലിയൊരു ദൗത്യത്തിലേക്ക്, അവൻ്റെ സാക്ഷിയാകുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിലേക്ക് കർത്താവിനെ വിളിച്ചത്. അതെനിക്ക് ഒരിക്കലും ഞാൻ അതിൻ്റെ ഒരു യോഗ്യതയാണെന്ന് കാണുന്നില്ല, അതിനെനിക്കൊരു യോഗ്യതയില്ല. പക്ഷേ കർത്താവിനോട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചു, നീ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവേ, ഞാൻ അങ്ങനെ നിൻ്റെ സാക്ഷിയാകാനുള്ള അത്രയും വലിയ ഒരു ഇതോ സംസാരിക്കാനുള്ള വലിയ കഴിവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാണ്ഡിത്യമോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ ചെയ്യണമെന്ന് നീ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നോ, ഞാനിങ്ങനെ നിന്നെ സാക്ഷ്യപ്പെടുത്തണമെന്ന് നീ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ മനസ്സിൽ കൂടെ ഒത്തിരി ചിന്തകൾ പോയി കേട്ടോ, ഒത്തിരിയേറെ ചിന്തകൾ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് അത്രയും ഒരു ധൈര്യമുണ്ടോ. കർത്താവിൻ്റെ വേല ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടാൻ പാടില്ല, മരണത്തെ പോലും ഭയം പാടില്ല അല്ലേ. സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന് സാക്ഷിയായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതെല്ലാം എനിക്ക് നന്നായി അറിയാം. അപ്പം എനിക്ക് എന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ യഥാർത്ഥത്തിൽ നീ ആഗ്രഹിക്കുന്നോ? എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചോ അത്രയും പ്രാവശ്യവും കർത്താവ് എന്നോട് ഓരോ വ്യക്തികളിലൂടെ, ബൈബിളിലൂടെ, സാഹചര്യങ്ങളിലൂടെ എല്ലാം കർത്താവ് വെളിവാക്കി തന്നു അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന്. എന്നിട്ട് ലാസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ ഒരു തലേദിവസമോ 2 ദിവസം മുമ്പും ഞാനിങ്ങനെ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ജനലിൽ കൂടെ നോക്കിയാൽ ഒരു ലേക്കാണ്, ഒരു ലേക്ക് വ്യൂ ആണ്. ഞാൻ ആ ലേക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് കർത്താവിനോട് ചോദിച്ചു, ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, സ്ത്രീ സഭയിൽ സംസാരിക്കരുതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, അപ്പോൾ ഞാൻ നിൻ്റെ വചനം സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാനൊരു സ്ത്രീ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു സ്വരം എൻ്റെ ചെവിയിലിങ്ങനെ കേൾക്കുക,
ഉദ്യാനത്തിൽ വസിക്കുന്നവളെ എൻ്റെ സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു, ഞാനും അത് കേൾക്കട്ടെ. ഞാൻ കൃത്യമായിട്ട് കേട്ടു. ഉദ്യാനത്തിൽ വസിക്കുന്നവളെ എൻ്റെ സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു, ഞാനും അത് കേൾക്കട്ടെ എന്ന്. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അത്രയും ക്ലിയറായൊരു മെസ്സേജ് കിട്ടിയപ്പോൾ, അപ്പോൾ ഉത്തമഗീതത്തിലെ ആ മണവാട്ടി ഒരു സ്ത്രീയാണല്ലോ, അപ്പോൾ ഒരു സ്ത്രീയോട് കർത്താവ് അഡ്രസ്സ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബോധ്യം പോലെ വന്നു, കർത്താവ് ആഗ്രഹിക്കുന്നു അത് ഞാനിനി മാറി നിൽക്കരുത്. എൻ്റെ എല്ലാ ഇൻസെക്യൂരിറ്റീസും എൻ്റെ എല്ലാ ഭയങ്ങളെയും ഞാൻ പുറകിലേക്ക് അങ്ങ് തള്ളി മാറ്റിക്കൊണ്ട് കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കർത്താവിൻ്റെ സാക്ഷിയാകാനായിട്ട്. അപ്പം പലപ്പോഴും ഞാനിങ്ങനെ ധ്യാനങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് ഒരു സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് ഒത്തിരി സമയത്തും കിട്ടും. കാരണം എനിക്ക് ഒത്തിരി പ്രിപ്പയർ ചെയ്യാനൊന്നും ചിലപ്പോൾ സമയം കിട്ടാറില്ല. ഇപ്പം മൺഡേ ടു ഫ്രൈഡേ എപ്പോഴും ഞാൻ ജോലിയുടെ തിരക്കിലാണ്. ഇപ്പോൾ വീക്കെൻഡ്സിലാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്നതും വീഡിയോ ചെയ്യുന്നതും കൗൺസിലിംഗ് ചെയ്യുന്നതും. അപ്പോൾ ലിറ്ററലി എനിക്ക് ഫ്രീ ടൈം ഇല്ല. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ദൈവം തരാറുണ്ട്. അപ്പം സംസാരിക്കാനാണെങ്കിലും എന്ത് സംസാരിക്കണമെന്നോ. അപ്പോൾ ഒരിക്കലൊരു ആൻറ്റി, ഭയങ്കര അഭിഷേകമുള്ള ഒരാളെൻ്റെ തലയിൽ കഴിച്ചിട്ട് പറഞ്ഞു, നീ വായി തുറക്കുമ്പോൾ നിന്റെ നാവിലൂടെ ഞാൻ തന്നെ സംസാരിക്കുമെന്ന് കർത്താവ് പറയുന്നു എന്ന്. ശരിക്കും പലപ്പോഴും പല ധ്യാനത്തിനും പോകുമ്പോഴും എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. അപ്പോൾ പലരും എന്നോട് വന്നിട്ട് പറയും, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഡയറക്റ്റായിട്ട് സംസാരിച്ചതുപോലെ തോന്നുന്നു എന്ന് പറയും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ നാവിനെ, അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക, എൻ്റെ നാവിനെയും എൻ്റെ ചിന്തകളെയും കർത്താവയോട് ഏറ്റെടുക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കുറച്ച് ഡീവിയേറ്റ് ആയിപ്പോയി. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കർത്താവിന് നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും ഒരു ഡ്രീം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ കർത്താവിൻ്റെ ഡ്രീം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അപ്പോൾ ചിട്ടപ്പെടുത്തി കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതം ഭയങ്കര ഒരു സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പാണ് നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും, ഈ സൂമിലായിരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും കർത്താവിന് വലിയ പദ്ധതികളും വലിയ ഡ്രീംസും ഉണ്ട് അല്ലേ. വി ആർ ഓൾ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിന് യാതൊരുവിധ പാർഷ്യാലിറ്റിയും ഇല്ല അല്ലേ. ദൈവം ഓരോരുത്തർക്കും ഓരോ വിളികൾ കൊടുക്കുന്നു. വിളികളിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടത്തേക്ക് നമ്മളെ ഓരോരുത്തരെക്കുറിച്ച് ഒരു വലിയ മനോഹരമായ പദ്ധതിയുണ്ട്. അപ്പോൾ ചിലപ്പം നമ്മളത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ചിലപ്പം താമസം വരാം, കാലതാമസം വരാം, അല്ലെങ്കിൽ ചിലർക്ക് മനസ്സിലാകാതെ പോകാം. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണേന്ന്. അപ്പം ഞാൻ സാധാരണ ഒരു ടോക്കിന് പോകുമ്പോഴും ആരെങ്കിലും അവരെന്നോടൊരു ടോപ്പിക്ക് പറയുവാണെങ്കിൽ ഞാൻ അതനുസരിച്ച് എന്തെങ്കിലും ചിന്തിക്കും. അല്ലെങ്കിൽ ഞാൻ കർത്താവിനോട് ചോദിക്കും, എന്താണ് ഈ ചെറിയൊരു കൂട്ടായ്മയല്ലേ നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് ഞാൻ ഈശോയോട് ചോദിക്കും. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു തന്നത്, നീ അവരോട് പറയേണ്ടതും അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിൽ പ്രകാശമായി നിൽക്കുക എന്നതാണ് അവരെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി. അപ്പം എനിക്ക് ഭയങ്കര ഉറപ്പാണ്, ഈശോയ്ക്ക് നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ, ഈ ലോകമെന്ന് പറയുന്നത് വലിയ വലിയ അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പം ഞാനിപ്പം നമ്മൾ വളർന്ന ഒരു സാഹചര്യം വെച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തെ തട്ടിച്ച് നോക്കുമ്പോൾ ഒത്തിരി അന്ധകാരം വർദ്ധിച്ചു അല്ലേ. ഞാൻ ഓർക്കും, ഞാനൊക്കെ വളർന്നു വന്ന സമയത്ത് ആകെ 1-2 TV ചാനലേ ഉള്ളൂ. കേബിൾ TV ഒക്കെ ഞങ്ങൾ വളർന്ന സമയത്താണ് വരുന്നത്. എങ്കിൽ പോലും ചില വീടുകളിൽ മാത്രമേ കേബിൾ കണക്ഷൻ എടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് 1 or 2 ചാനൽസ്. ലൈഫ് ഒത്തിരി സിമ്പിളായിരുന്നു അല്ലേ. കുറച്ചൊരു 2-3 സീരിയൽ കാണും, ഒരു സിനിമ വീക്കെൻഡിൽ എനിക്ക് തോന്നുന്നു ഒരു ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഒരു മലയാളം സിനിമ, ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഒരു മീഡിയ എക്സ്പോഷർ എന്നൊക്കെ പറയുന്നല്ലേ. നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒത്തിരിയേറെ മാറിപ്പോയി. അപ്പം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അന്ധകാരം ഒത്തിരിയേറെ വ്യാപിച്ചു അല്ലേ. അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് അവസാന കാലഘട്ടം എത്തിയോ എന്ന് നമുക്ക് സംശയം തോന്നിക്കത്തക്ക വിധം അത്രയേറെ ഈ ലോകത്തിൽ അന്ധകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അന്ധകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അവൻ്റെ പ്രകാശമായി നിൽക്കാൻ ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം വിളി തന്നിരിക്കുന്നത് കേട്ടോ. അതെന്നോട് കർത്താവ് കൃത്യമായി പറഞ്ഞു. അപ്പം അത് എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് മനസ്സിലാക്കുക. എങ്ങനത്തെ പ്രകാശമായിരിക്കണം അല്ലേ. കർത്താവ് ഇത്രേ പറയുന്നുള്ളൂ, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഒരു പ്രകാശമായി നിൽക്കുക. അപ്പം നല്ലൊരു ലോകത്തിൽ പ്രകാശമായി നിൽക്കുന്നതിന് ഒരു വിലയുണ്ട്.
വിലയുണ്ട്, ഓഫ് കോഴ്സ് ഒരു വിലയുണ്ട്. പക്ഷേ ഒരു മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രകാശമായി നിൽക്കുന്നതിൻ്റെ വാല്യൂ ഇസ് ഡബിൾ അല്ലേ. അപ്പം നമ്മൾ ഇരട്ടി ഫൈറ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് അവിടെ ഒരു പ്രകാശമായി നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, നിങ്ങളൊക്കെ ഓൾറെഡി ചിലപ്പോൾ ഒരു പ്രകാശമായിരിക്കാം, ആ ഒരു സ്ഥലത്ത് നിങ്ങളൊരു പ്രകാശമായിരിക്കാം. നിങ്ങളൊരു പ്രകാശമാണെങ്കിൽ, കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അത് എനിക്ക് മനസ്സിലാകത്തില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ, അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു പ്രകാശമായി നിൽക്കണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? അത് ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കുക കേട്ടോ. ചിലപ്പോഴും നമ്മൾ ഓൾറെഡി ഒരു നല്ല ലൈറ്റ് ആയിരിക്കാം, ചിലപ്പം നമ്മളൊരു ചെറിയൊരു ക്യാൻഡിൽ ലൈറ്റ് ആയിരിക്കാം അല്ലേ. അപ്പോൾ നമ്മളൊരു ക്യാൻഡിൽ ലൈറ്റ് ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളൊരു 80 വാട്ട് ബൾബാകാനായിട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 100 വാട്ട് ബൾബാകാനായിട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ആ 100 വാട്ട് ആയി കഴിയുമ്പോൾ ഒരു 1000 വാട്ട് ആകാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് പിന്നെ നമ്മളൊരു നക്ഷത്രത്തിൻ്റെ ഒരു തെളിച്ചത്തിലേക്ക് വളരാൻ ട്രൈ ചെയ്യാം. സോ ഇറ്റ്സ് എ ഗ്രാജുവൽ ജേർണി കേട്ടോ. ഞാൻ എപ്പോഴും പറയും, ദൈവമെന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട്, അതായത് പേഷ്യൻ്റായിട്ടും ഗ്രാജുവലായിട്ടുമാണ് നമ്മളെ വളർത്തുന്നത് കേട്ടോ. അല്ലാതെ ദൈവത്തിന് വേണമെങ്കിൽ ഇന്ന് എന്നെ വിളിച്ചു നാളെ എന്നെ ഒരു വിശുദ്ധനാക്കാനായിട്ട് വേണമെങ്കിൽ ദൈവത്തിന് ചെയ്യാം. പക്ഷെ അങ്ങനെ അല്ല ദൈവം ചെയ്യുന്നത്. നമ്മളൊരു കുഞ്ഞ് വളരുന്ന ഒരു സ്റ്റേജ് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞ് ജനിക്കുന്നു, കമന്ന് വീഴുന്നു, മുട്ടിലിഴയുന്നു, നടക്കുന്നു. ആ ഒരു മെച്യൂർ മാൻഹുഡ് എത്തുന്നത് സമയമെടുത്താൽ അല്ലേ. സ്പിരിച്വാലിറ്റിയിലും അത് ആപ്ലിക്കബിളാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ഒന്ന് ആഗ്രഹിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിനെ തരുവാണ്. ഞാൻ ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതിന് അപ്പുറമായിട്ട് ദൈവം എനിക്ക് എല്ലാം വാരിക്കോരി തരുവാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ഇത്രമാത്രം വരദാനങ്ങൾ കർത്താവ് എന്താ തന്നെ. ആ ഒരു ഫിസിക്കൽ, ആ അത്രയും എന്താ പറയുന്നത്, ഭയങ്കരമായ ഒബ്വിയസ് ആയിട്ടുള്ള പരിശുദ്ധാത്മ അഭിഷേകങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ടാൽ മതി. സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അതെല്ലാം കിട്ടിയപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അതൊക്കെ കിട്ടുമ്പോഴും ഞാൻ സ്റ്റിൽ ദ സെയിം പേഴ്സൺ ആണ് അല്ലേ. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പം എന്നിലുള്ള അസൂയ പെട്ടെന്ന് മാറിപ്പോയോ? ഇല്ല. എന്നിലുള്ള അഹങ്കാരം ഒരു നിമിഷം കൊണ്ടില്ലാതായോ? ഇല്ല. എന്നിലുള്ള സ്വാർത്ഥത ഒരു നിമിഷം കൊണ്ടില്ലാതായോ? ലോകഭ്രമം, പണത്തോടുള്ള ആസക്തി, ഇതൊന്നും ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ മാറിപ്പോയതല്ല. അതൊരു ഗ്രാജുവൽ ജേർണി ആയിരുന്നു കേട്ടോ. അപ്പം ദൈവം എന്നെ പിന്നെ ഞാൻ പറയല്ലേ 25 വർഷം കഴിഞ്ഞിട്ടാണ് സുവിശേഷ വേലയ്ക്ക് ഇറക്കാൻ ഉള്ള ഒരു ബേസ് യോഗ്യത ഉണ്ടെന്ന് കർത്താവ് നിശ്ചയിക്കുന്നത്. അപ്പം അതുവരെയുള്ള സമയം ഒരു പ്യൂരിഫിക്കേഷൻ ആയിരുന്നു അല്ലേ. പല രീതിയിൽ കർത്താവ് എന്നെ പ്യൂരിഫൈ ചെയ്തു. എൻ്റെ അഹങ്കാരത്തെ പല മേഖലകളിൽ കർത്താവ് ഉടച്ചു കളഞ്ഞു. എൻ്റെ പല രീതിയിലുള്ള ഭയത്തെ അവിടുന്ന് എടുത്തു മാറ്റി. എൻ്റെ അസൂയെ കർത്താവ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞു. എന്നിലുള്ള സെൽഫിഷ്നെസ്സിനെ കർത്താവ് ഒത്തിരി മാറ്റി. അപ്പോൾ എങ്ങനെ അതെല്ലാം മാറ്റിയത്? ഒരു ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, എനിക്കിത് ഇപ്പം ഞാനൊരു അഹങ്കാരമുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ന് ഞാൻ എത്ര ഉറച്ച് വിചാരിക്കുക, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അഹങ്കാരമില്ല എളിമയുള്ളൊരു വ്യക്തിയാവുമെന്ന് വിചാരിച്ചാൽ എളിമയുള്ള വ്യക്തിയാവുമോ? ഇല്ല. ദൈവത്തിന് തരണം, അതൊരു ദാനമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന കർത്താവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ അഹങ്കാരത്തെ കുറയ്ക്കാൻ ദൈവം നമ്മളെ എളിമപ്പെടുത്തുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടും. കുറേ എളിമപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എളിമയുള്ള ഒരു വ്യക്തിയായി മാറും അല്ലേ. എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഭയങ്കര പേഷ്യൻസ് കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോയി ഒരു വലിയ ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ സെക്കൻഡ് ആ സ്ഥലത്തുനിന്ന് സ്ഥലം വിടും. അത്രയും വലിയ ലൈനിൽ നിന്ന് ആ കാര്യം ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷമയാണ്. ഇന്നലെ കൂടെ എൻ്റെ അമ്മ പറയുക, നിന്നെ ദൈവവേലയ്ക്കും ഒക്കെ വിളിച്ചത് നിന്റെ ക്ഷമ കാരണമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നിനക്ക് എവിടെ നിന്ന് എത്ര, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും നിന്റെ ക്ഷമ എനിക്ക് തരണേന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന്. അപ്പം അത്രയും ഒരു ക്ഷമയുള്ള വ്യക്തി ആക്കി മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 5 മക്കളെ വളർത്തിയപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒത്തിരിയേറെ ക്ഷമ പഠിക്കും അല്ലേ. നമ്മൾ പിള്ളേരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, അവർക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ. അപ്പം നമ്മളെ ആ ഒരു സാഹചര്യങ്ങൾ ഒരുക്കി തന്ന് നമ്മളെ ദൈവം ഓരോ നന്മകൾ പഠിപ്പിക്കും അല്ലേ. അതുപോലെ തന്നെ അസൂയ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം നമ്മൾ കടലാരെങ്കിലും നല്ലതാണെന്ന് തോന്നുവാണെങ്കിലൊക്കെ നമുക്ക് ചെറുപ്രായത്തിൽ അസൂയ ഉണ്ടായിരുന്നു അല്ലേ. അതൊക്കെയും ഓരോ സാഹചര്യങ്ങളിൽ കൂടെയും ഓരോ പ്യൂരിഫിക്കേഷൻസിലൂടെയും കർത്താവ് കടത്തി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് മാറിപ്പോയി കേട്ടോ. അപ്പം ആ മാറിപ്പോകുമ്പോൾ നമുക്കൊരു പെയിൻ ഉണ്ട്, ആ ശുദ്ധീകരണത്തിന് ഒരു പെയിൻ ഉണ്ട് കേട്ടോ. അത് ഈസി അല്ല. അപ്പം നമ്മൾ ആ പെയിനിൽ കൂടെ അങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ, പക്ഷേ അത് കഴിഞ്ഞു വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു നല്ല
ബെറ്റർ പേഴ്സൺ ആയിരിക്കും അല്ലേ, ഒരു തിളങ്ങുന്ന മുത്തായിരിക്കും. അതായത് സ്വർണം അഗ്നിയിൽ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു അല്ലേ, അതുപോലെ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരെങ്ങനെ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നത്? സഹനത്തിന്റെ തീച്ചുളയിലൂടെയാണ് അല്ലേ. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സഫറിങ് പ്രൊഡ്യൂസസ് എൻഡ്യൂറൻസ്, എൻഡ്യൂറൻസ് പ്രൊഡ്യൂസസ് ക്യാരക്ടർ, ആൻഡ് ക്യാരക്ടർ പ്രൊഡ്യൂസസ് ഹോപ്പ്, ആൻഡ് ഹോപ്പ് ഡസൻറ്റ് ഡിസപ്പോയിന്റ് അസ് അല്ലേ. നമ്മൾ സഫറിങ്ങിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സഹിഷ്ണുത ഒത്തിരി വർദ്ധിക്കും അല്ലേ, നമ്മുടെ എൻഡ്യൂറൻസ് അല്ലേ. എൻഡ്യൂറൻസ് ഉള്ളപ്പം നമ്മുടെ ക്യാരക്ടർ ഒത്തിരി ബെറ്റർ ആവും അല്ലേ. അതിനു മുമ്പ് തൊട്ടാവാടിയായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഞാൻ ഒരു പക്ഷേ, കുറേ എളിമപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ പിന്നെ ഞാൻ തൊട്ടാവാടിയായ പേഴ്സൺ അല്ല, ഞാൻ ഭയങ്കര ഫ്രീ ആയ ഒരു ഇൻഡിവിജ്വലായി അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടറിന് അത് ഒത്തിരി നല്ലതായിരുന്നു അല്ലേ. അത് കഴിയുമ്പോഴാണ് എനിക്ക് ആ ക്രിസ്ത്യൻ ഹോപ്പ് ഇല്ലാത്തതാണ് ഇന്നത്തെ ലോകത്തിൽ ഒത്തിരിയേറെ ആത്മഹത്യകളൊക്കെ വർദ്ധിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ആ ക്രിസ്തീയ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി അല്ലേ. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഉള്ളപ്പോഴും ദൈവത്തിൽ പ്രത്യാശിക്കുമല്ല, ഒന്നുമില്ലാത്തപ്പോഴും, എൻ്റെ മുന്നിൽ പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും ഒന്നുമില്ലാത്തപ്പോഴും ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശിക്കുവാണ്. ഐ ഹാവ് ഹോപ്പ് ഇൻ മൈ ഹാർട്ട് ഈവൻ when there is nothing to hope for അല്ലേ. എൻ്റെ മുന്നിൽ ഒന്നുമില്ല, എനിക്ക് ഒരു വാതിലുകളും തുറന്നായിട്ട് തോന്നുന്നില്ല, ഒരു പോംവഴിയുമില്ല എൻ്റെ പ്രശ്നത്തിന്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ നിറയെ ക്രിസ്തീയ പ്രത്യാശയാണ് അല്ലേ. അതാണ് ആ ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പം അതെല്ലാം നമുക്ക് എങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്ന ഈ ഒരു സഫറിങ്ങിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്. അപ്പം പലപ്പോഴും ഞാൻ പറയും, സഫറിങ്ങിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുവാണ്, എനിക്കതൊരു വലിയ ഫ്രീഡമാണ്. അഹങ്കാരത്തിൽ നിന്നുള്ള ഫ്രീഡം, അസൂയയിൽ നിന്നുള്ള ഫ്രീഡം, സ്വാർത്ഥതയിൽ നിന്നുള്ള ഫ്രീഡം അല്ലേ. അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരേ കോംപ്ലക്സുകൾ, ലുക്സിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ്, അതെല്ലാം എനിക്ക് ഓരോ അവസരത്തിൽ കർത്താവ് എന്നിൽ നിന്ന് അതങ്ങ് എടുത്തു മാറ്റി കഴിയുമ്പോൾ നമുക്ക് വളരെ വലിയൊരു ലൈറ്റായ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അതൊരു ഫ്രീഡമാണ്. അപ്പം ഈ ഒരു അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിൻ്റെ ലൈറ്റായിട്ട് നിൽക്കാനാണ് നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ലൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡിഫിക്കൽട്ടാണ് കേട്ടോ. ലൈറ്റായിട്ട് നിൽക്കുക ഈസി അല്ല, പ്രത്യേകിച്ച് അന്ധകാരം ഇത്രയും കൂടുതലായിരിക്കുന്ന സമയത്ത്. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കാം അന്ധകാരം അല്ലേ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അവിടെ ഒരു ലൈറ്റായിട്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒത്തിരി പേർക്ക് കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, ഭർത്താക്കന്മാരോട് ചേർന്ന് പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കുടുംബത്തിൽ തന്നെ അന്ധകാരമാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഒരു അമ്മയായി ഭാര്യയായി ദൈവം എന്നെ വിളിച്ചെന്ന് ഉള്ള ഉറച്ച വിശ്വാസമുള്ള ഞാൻ അവിടെ ഒരു ലൈറ്റായി നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ആ ലൈറ്റാകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ, ഒത്തിരി സഹനമാണല്ലേ. പക്ഷെ സ്റ്റിൽ നമ്മൾ അങ്ങനെ നിന്ന് കഴിയുമ്പോഴാണ് ക്രിസ്തു നമുക്ക് ആ ഒരു കിരീടം, കർത്താവിൻ്റെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ആ ഇറ്റേണൽ ലൈഫ് അല്ലേ, ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്ന ഒരു ജീവിതം. അതാ നമ്മൾ വിഭാവനം ചെയ്ത് അത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞ് നിന്ന് കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നും അല്ലേ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും സന്തോഷിക്കുമായിരുന്നു അല്ലേ. അദ്ദേഹം പറഞ്ഞു, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗെയിൻ ഐ സേ റിജോയ്സ്. റിജോയ്സ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിട്ടാണ് അപ്പോസ്തലൻ സന്തോഷിച്ചതല്ല അല്ലേ. ക്രിസ്തുവിനുള്ള പ്രത്യാശ മാത്രമേ ഉള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം റോമൻസിൽ നമ്മൾ വായിക്കുന്ന അല്ലേ. ജയിലിൽ കിടന്നു, ചാട്ടവാറടിയേറ്റു, ഷിപ്രക്കുണ്ടായി, കടലിൽ കൂടെ കിടന്നു, നഗ്നനായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, സഹോദരനിൽ നിന്നുള്ള പീഡനമായിരുന്നു, സഹോദരരും അവിശ്വാസികളും പലരിൽ നിന്നുള്ള പീഡനം, പല സമയത്ത് മരണവക്ത്രത്തിലകപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ പീഡകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനം രക്തസാക്ഷിയുമായി. പക്ഷെ ഇതിൻ്റെ എല്ലാം നടുവിലും അദ്ദേഹം വലിയ സന്തോഷവാനായിരുന്നു അല്ലേ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗെയിൻ ഐ സേ റിജോയ്സ്. അപ്പം നമുക്ക് ആ ക്രിസ്ത്യൻ ഹോപ്പ് ഉണ്ടെങ്കിൽ എത്ര കഷ്ടപ്പാടാണെങ്കിലും നമ്മളെപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിലായിരിക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ കരയത്തില്ല അല്ലെങ്കിൽ വേദനിക്കത്തില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. കരയും, വേദനിക്കും, സങ്കടം വരും, പക്ഷെ ഒരു അണ്ടർലൈങ് പീസ് ഉണ്ടല്ലോ, അതൊരിക്കലും നമ്മളെ വിട്ടുപോകത്തില്ല. ഇപ്പം ചിലരൊക്കെ പറയും, ഞാൻ ഇങ്ങനെ പറയും, കുടുംബത്തിലൊക്കെ നമ്മൾ പരിപൂർണമായിട്ടങ്ങ് ക്ഷമിക്കണം. ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ കുടുംബത്തിൽ മാത്രമല്ല ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ആരോടൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിലും പരിപൂർണമായിട്ട് ക്ഷമിക്കണം എന്നൊക്കെ ക്ഷമയുടെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ധ്യാനത്തിന് ഒരു ക്ലാസ്സാണ് ക്ഷമയുടെ ക്ലാസ് എന്ന് പറയുന്നത്, ഒരു ക്ലാസ്സാണ്. അപ്പം ഞാൻ എൻ്റെ തന്നെ പല എക്സാമ്പിൾ പറയും. കാരണം എനിക്കും ക്ഷമിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ കേട്ടോ. പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ
ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാനിത് ഒരു രീതിയിലും ഞാനിത് അർഹിക്കുന്നില്ല അവരെന്നോട് ഇങ്ങനെ ചെയ്യാനായിട്ട്, ഇത് ഒരു അനീതിയാണ് എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ദൈവമേ എനിക്ക് ക്ഷമിക്കാൻ വലിയ പാടാണ്, എന്നാലും നീ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കാന്ന് പറഞ്ഞ് വലിയ കഷ്ടപ്പെട്ട് ക്ഷമിച്ചിട്ടുണ്ട് ചില ദിവസം ചില സമയങ്ങളിൽ കേട്ടോ. അങ്ങനെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ക്ഷമിച്ച് ആ ഉച്ച കഴിഞ്ഞ് തന്നെ കർത്താവ് എനിക്ക് വലിയൊരു ഗിഫ്റ്റ്, ഞാൻ അർഹിക്കാത്തൊരു സമ്മാനം അവിടുന്ന് എനിക്ക് തന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ പറഞ്ഞത് ഞാനത് അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ നീ പറഞ്ഞതുകൊണ്ട്, നീ അങ്ങനെ എന്നോട് പറയുന്നത് കൊണ്ട് നിന്നെ പ്രതി ക്ഷമിക്കുവാന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞ് തന്നെ അവിടുന്ന് എനിക്ക് ഞാൻ അർഹിക്കാത്ത ഒരു വലിയ ഗിഫ്റ്റ് അവിടുന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്നു അല്ലേ. അപ്പം അതെന്താണ് കാണിച്ചതെന്ന് വെച്ചാൽ അത് ഞാൻ അങ്ങനെ പരിപൂർണമായിട്ട് ക്ഷമിച്ചത് ദൈവത്തിന് വളരെ സന്തോഷമായി എന്നുള്ള ഒരു കൺഫർമേഷനാണ്. എനിക്ക് ഓരോ ഗിഫ്റ്റ് തരുമ്പോഴും ഞാൻ അങ്ങനെ ഈശോ എനിക്ക് സ്പെഷ്യലായിട്ട് ഓരോ ഗിഫ്റ്റുകൾ തരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എല്ലാം എനിക്ക് ഓരോ പാഠങ്ങളും അതിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ഓരോ അനുഭവങ്ങളും ക്ലാസ്സായിട്ട് ഷെയർ ചെയ്യാനും ഉപകാരമാണല്ലോ. അപ്പം ഇത് പറയാനും ആൾക്കാരോട് പറയാനും ഒക്കെയാണ് കർത്താവ് ഓരോ ഗിഫ്റ്റുകൾ ഇങ്ങനെ തരുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞാണ് ക്ഷമയുടെ ക്ലാസ് 1 മണിക്കൂർ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യക്തി, പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഫാമിലി, അവരോട് ഞാൻ ക്ലാസ്സിലല്ല റെഗുലർ മാരേജ് പ്രോബ്ലം പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിനക്കത് പറയാൻ എളുപ്പമാണ്, നിൻ്റെ ഹസ്ബൻഡ് നിന്നോട് ഒരിക്കലും ദേഷ്യപ്പെടുക പോലും ചെയ്യാത്ത ആളാണ്, വളരെ സ്നേഹവാനാണ്, അതുകൊണ്ട് നിനക്ക് ആ ബുദ്ധിമുട്ട് അറിയത്തില്ല, ഭർത്താവിൽ നിന്നിങ്ങനെ ഒരു വിഷമം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ ബുദ്ധിമുട്ട് നിനക്ക് അറിയത്തില്ല എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ്, അതെനിക്കറിയത്തില്ല, ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് കാര്യങ്ങളാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല, പക്ഷേ ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ് ഇങ്ങനെയാണ്. പിന്നെ ഇതുപോലെ ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു, ഇതേപോലെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ ഇതൊന്നും അറിയത്തില്ല എന്നിട്ട് പുള്ളി കുറേ കാര്യങ്ങളങ്ങ് പറയാം കേട്ടോ. ശരിക്കും നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടാൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് സിസ്റ്റർ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലേ. അപ്പം എനിക്കും അറിയാം അത് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു ബേർഡനാണ് അല്ലേ. ക്ഷമിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഒത്തിരി ആ ബേർഡൻ അങ്ങ് ലൈറ്റ് ആവുക അല്ലേ. കർത്താവിൻ്റെ ഹിതമാണെന്ന് അല്ലെ അവൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിച്ചു കഴിയുമ്പോൾ അതിനകത്തൊരു ഹിഡൻ ബ്ലെസ്സിങ് ഇരിപ്പുണ്ട് അല്ലേ. അപ്പം ഓരോ കാര്യങ്ങളും നമ്മളെ തന്നെ ആത്മശോധന ചെയ്യുക കേട്ടോ. ഓരോ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലായ പ്രശ്നങ്ങളായാലും കർത്താവിൻ്റെ കമാൻഡ്മെൻറ്റ്സ്, കർത്താവ് സെറ്റ് ചെയ്ത ഫ്രെയിം വർക്ക് അതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ അങ്ങ് ചിട്ടപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഒരു നദി പോലെ അങ്ങ് ഒഴുകും, ഒരു സ്വച്ഛമായ നദി പോലെ ഒഴുകും. ഇച്ചിരി വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഒന്നിനും നമ്മുടെ ആ ഒരു അണ്ടർലൈങ് പീസിനെ എടുത്തു കളയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ദൈവാത്മാവ് നയിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാണ്. അപ്പം ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും ആവശ്യമുള്ളതായിരിക്കാം, ഞാൻ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ കർത്താവിൻ്റെ ഒരു ദീപമായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ബൈബിളിൽ തന്നെ പല ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ, ദീപമായിട്ട് നിന്നവർ. എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒന്നാമതായിട്ട് വെറോണിക്കയുടെ ചിത്രമാണ്. അന്ധകാരം ഇപ്പം നമ്മുടെ ലോകം ഒരു അന്ധകാരം നിറഞ്ഞ ലോകമാണ് അല്ലേ. അതുപോലെ ഒരു അന്ധകാരം നിറഞ്ഞ സമയമായിരുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നടന്നപ്പോഴല്ലേ. പിശാച് ഏറ്റവും അധികം ഇളകി മറിഞ്ഞ ഒരു സമയമായിരുന്നു അല്ലേ, കർത്താവിൻ്റെ ക്രൂശുമരണ സമയം അല്ലേ. ആ സമയത്ത് കർത്താവിനെ മാക്സിമം പീഡിപ്പിച്ചല്ലേ. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അവൻ കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാർ പോലും ഓടിപ്പോയി അല്ലേ. അത് അന്ധകാരത്തിൻ്റെ ഒരു സമയമായിരുന്നു. യോഹന്നാൻ ഒഴികെ എല്ലാവരും ഓടിപ്പോയി. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിൽ നിന്നത് ഏതാനും സ്ത്രീ ജനങ്ങൾ മാത്രമായിരുന്നു അല്ലേ. ബാക്കി എല്ലാവരും ആ അന്ധകാരത്തിൻ്റെ സമയത്തിൽ അവനെ വിട്ടിട്ട് ഓടിപ്പോയി. പക്ഷെ അന്ന് അവൻ്റെ കൂടെ നിന്നത് കുറച്ച് സ്ത്രീ ജനങ്ങളായിരുന്നു. അപ്പോൾ അതിൽ വെറോണിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം. വെറോണിക്കയാണ് കർത്താവിൻ്റെ മുഖം തുടച്ചപ്പോൾ ആ ടവലിൽ കർത്താവിൻ്റെ ഫേസ് ഇംപ്രിൻ്റ് ആയി വന്നല്ലേ. അപ്പോൾ വെറോണിക്കയുടെ ജീവിതത്തെക്കുറിച്ച് മറിയ വാൾദോർത്ത് ഞാൻ വായിച്ചപ്പോൾ കണ്ടതാണ്. വെറോണിക്ക ഒരു ധനികയായ സ്ത്രീയായിരുന്നു. പക്ഷെ അവർ ചെറുപ്പത്തിൽ തന്നെ അധികം മധ്യവയസ്കന് മുമ്പ് തന്നെ വിധവയായി.
മക്കളില്ലായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ ഭർത്താവ് നല്ല സ്ത്രീയായിരുന്നു. ഭർത്താവ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രൊഫസി പോലെ പറഞ്ഞു, നീ ഇവിടുത്തെ സ്ഥലം വിട്ട് ജെറുസലേമിലേക്ക് പോകണം, രക്ഷകനെ നിന്റെ കണ്ണുകൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇസ്രായേൽ ഏകദേശം ക്രിസ്തു വരുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയവും കൂടായിരുന്നു. അപ്പം അദ്ദേഹം പ്രൊഫസി പോലെ പറഞ്ഞു, നിന്റെ കണ്ണുകൾ രക്ഷകനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പറഞ്ഞു. അപ്പം ഈ വെറോണിക്ക അതെല്ലാം വിറ്റിട്ട് ജെറുസലേമിലേക്ക് പോയി. അവിടെ വെച്ച് കർത്താവിൻ്റെ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് കർത്താവിൻ്റെ ഒരു ഡിസൈപ്പിളായി നിൽക്കുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അവൾക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. അപ്പം കർത്താവ് വെറോണിക്കയുടെ വീട്ടിൽ ആതിഥ്യം സ്വീകരിച്ച ഒരു സമയത്ത് കർത്താവ് പറയുന്നത്, വെറോണിക്ക ഈ ഒരു കാര്യം കർത്താവിനോട് ഷെയർ ചെയ്ത്, എൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, മാലാഖമാരും മനുഷ്യരും ഏറ്റവും മനോഹരമായ ഗാനം നിന്നെക്കുറിച്ച് പാടും. അന്ധകാരത്തിൻ്റെയും കൂരിരുട്ടിൻ്റെയും സമയത്ത് അവൾ വിശ്വസ്തയായി നിന്നു എന്ന മനോഹരമായ ഗാനം മാലാഖമാരും മനുഷ്യരും എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിന്നെക്കുറിച്ച് പാടുമെന്ന്. അപ്പം വെറോണിക്കയുടെ ജീവിതം എന്തായിരുന്നു? നമ്മുടെ ലോകപ്രകാരം നോക്കിയാൽ വലിയൊരു സക്സസ്ഫുൾ ലൈഫാന്ന് നമ്മൾ പറയത്തില്ല അല്ലേ? മക്കളില്ലായിരുന്നു, ചെറുപ്പത്തിലെ വിധവയായി, ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിച്ച വെറോണിക്കയെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്നാ, മാലാഖമാരും മനുഷ്യരും ഏറ്റവും മനോഹരമായ ഗാനം നിന്നെക്കുറിച്ച് പാടും അല്ലേ? അന്ധകാരം നിറഞ്ഞ സമയത്ത്, കൂരിട്ട് ഭൂമിയെ മൂടിയ സമയത്ത് അല്ലേ, എല്ലാ അന്ധകാരം നിറഞ്ഞ ആ സമയത്ത് അവൾ വിശ്വസ്തയായി നിന്നു എന്ന്. അപ്പം ഞാൻ ശരിക്കും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ, ഈ കൂട്ടായ്മയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ അന്ധകാരവും കൂരിട്ടും വർദ്ധിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ പ്രകാശമായി നിൽക്കുവാണെങ്കിൽ, നമ്മളൊരു ലൈറ്റായിട്ട് നിൽക്കുവാണെങ്കിൽ, ആ വെറോണിക്കയെക്കുറിച്ച് മാലാഖമാരും മനുഷ്യരും പാടിയ അതേ മനോഹരമായ ഗാനം അല്ലേ, അതേ ബ്യൂട്ടിഫുൾ സോങ് ഹെവനിൽ വെച്ച് നമ്മളെക്കുറിച്ചും പാടും അല്ലേ. അപ്പം ആ ഒരു പാട്ട് കേൾക്കാനുള്ള ഒരു മോഹം, ഒരു ആഗ്രഹം അല്ലെ ഒരു പ്രത്യാശ ഈ നിമിഷം തൊട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതായിരിക്കണം കർത്താവിൻ്റെ രാജ്യത്തിൽ കർത്താവ് എന്നെ നോക്കുമ്പോൾ, അവന് എന്നെക്കുറിച്ച് നോക്കുമ്പോൾ വലിയ സന്തോഷമായിരിക്കണം. അവൻ്റെ എല്ലാ പദ്ധതികളും അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെന്ന് ഒരു സന്തോഷം കർത്താവിന് എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നണം അല്ലേ. അതായത് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ചുള്ള സ്നേഹത്താൽ അങ്ങ് ജ്വലിക്കണം കേട്ടോ. കർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി ആകണം. അത് നമ്മൾ വാക്കുകൊണ്ട് പറയുന്നല്ല, കർത്താവായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ സ്നേഹം. അതാണ് ഒന്നാമത്തെ കൽപ്പന അല്ലേ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ബാക്കിയെല്ലാം രണ്ടാം സ്ഥാനത്തേക്ക്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ഭർത്താവാണ്. മക്കൾ, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന മക്കൾ, എന്നെ സ്നേഹിക്കുന്ന അമ്മായിയും എല്ലാവരും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും കർത്താവിനോടൊപ്പമല്ല ഞാൻ അവരെ ആരെയും സ്നേഹിക്കുന്നത്. കർത്താവാണ് എൻ്റെ ഒന്നാമത്തെ സ്നേഹം. കാരണം അതാണ് അവൻ്റെ ഒന്നാമത്തെ കൽപ്പന അല്ലേ. വായ കൊണ്ട് നമ്മൾ പറയുമല്ല, നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അത് റിഫ്ലക്റ്റ് ആകണം അല്ലേ. എൻ്റെ പ്രവൃത്തികളിലെല്ലാം അത് റിഫ്ലക്റ്റ് ആകുമ്പോൾ മാത്രമേ അത് എൻ്റെ മക്കൾ സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ, എൻ്റെ ഭർത്താവ് അത് സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ അല്ലേ. അതെ, ഞാൻ വായ കൊണ്ട് മാത്രം എപ്പോഴും പള്ളിയിൽ പോകുന്നു, എപ്പോഴും ദൈവത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ഉള്ളിൽ എൻ്റെ പ്രയോറിറ്റി കർത്താവല്ല എങ്കിൽ കൃത്യമായിട്ട് എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും മനസ്സിലാകും എൻ്റെ പ്രയോറിറ്റി കർത്താവല്ല എന്നല്ലേ. അപ്പം നമ്മുടെ പ്രയോറിറ്റി കൃത്യമായി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മക്കളും അത് ഫോളോ ചെയ്യും കേട്ടോ. അപ്പോൾ ദൈവത്തിനായിരിക്കണം നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ദൈവം ആയിരിക്കണം നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി, ദൈവം ആയിരിക്കണം നമ്മുടെ ഒന്നാമത്തെ സ്നേഹം. അങ്ങനെ ആയി കഴിയുമ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും അല്ലേ. വചനം എന്താ നമ്മളോട് പറയുന്നത്? ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് അല്ലേ. ബാക്കിയെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല, എനിക്ക് കിട്ടിയിരിക്കുന്ന പല ബ്ലെസ്സിങ്ങുകളും കർത്താവ് കൂട്ടിച്ചേർത്ത് തന്നതാണ് കേട്ടോ. അതൊന്നും ഞാൻ പ്രാർത്ഥിച്ച് നേടിയതോ ഒന്നുമല്ല. ഞാൻ ഒന്നേ ചെയ്തുള്ളൂ, കർത്താവിനെ എൻ്റെ ഒന്നാമത്തെ സ്നേഹവും ഒന്നാമത്തെ പ്രയോറിറ്റിയുമാക്കി അല്ലേ. അങ്ങനെ ചെയ്തപ്പോൾ ബാക്കിയെല്ലാം കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക. അതായത് കാണപ്പെടാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്,
കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ കൂടെ നടക്കുന്നവനായ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്, അല്ലേ? മനുഷ്യപുത്രരോടായിരിക്കുവാൻ വേണ്ടിയാണ് അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്, അല്ലേ? മനുഷ്യരോടുള്ള സ്നേഹത്താലാണ് അവൻ പ്രകൃതി സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നത്, അല്ലേ? പിതാവ് അവനെ ഭൂമിയിലേക്ക് മനുഷ്യനായി അയച്ചു എന്തിനാ? ടു ഹാവ് കമ്മ്യൂണിയൻ വിത്ത് മീ, അല്ലേ? എന്നോടൊപ്പം ആയിരിക്കാൻ, എന്നെ സ്നേഹിക്കാൻ. അപ്പോൾ അത് ഈശോ ആഗ്രഹിക്കുന്നു കേട്ടോ. ആ സ്നേഹവും ആ പ്രയോറിറ്റിയും എല്ലാം ഈശോ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ കർത്താവിനെ ഒന്നാമത്തെ സ്നേഹവും ഒന്നാമത്തെ പ്രയോറിറ്റിയും ആക്കുമ്പോൾ മാത്രമേ അവൻ നമ്മളെയും അവൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആക്കത്തുള്ളൂ, അല്ലേ? ഞാൻ കർത്താവിനെ ഒന്നാമത്തെ പ്രയോറിറ്റി ആക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, എനിക്കൊരു ആവശ്യ സമയം വരുമ്പോഴത്തേക്ക് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവും എനിക്ക് അത്രയുള്ള ഒരു പ്രയോറിറ്റിയെ തരത്തുള്ളൂ. അത് നമ്മളുടെ തീരുമാനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദൈവത്തിന് മുഖവശമില്ല, ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല. ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ പോലും, ഒരുപോലെയാണ് അവിടുന്ന് സൃഷ്ടിച്ചതെങ്കിലും അവസാന ദിവസം നമ്മളെല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. നമ്മൾ എത്തുന്ന ആ ഒരു സ്ഥാനവും എല്ലാം എനിക്കൊരു ഫ്രീ വില്ല് ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? ആ ഫ്രീ വില്ലനുസരിച്ച് ഞാൻ എന്താണോ തീരുമാനിച്ചത്, എൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിനെ നിശ്ചയിച്ചാണ് അവസാന ദിവസം എൻ്റെ ജഡ്ജ്മെൻറ്റും എൻ്റെ സ്ഥാനവും ദൈവം നിശ്ചയിക്കുക കേട്ടോ. അപ്പം അത് നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും അല്ല പറയാനായിട്ട് വന്നത്. ദൈവം ഇങ്ങനെ അങ്ങ് നയിച്ചതാണ്. അപ്പം നയിച്ച കാര്യങ്ങളൊക്കെ ഞാനങ്ങ് പറഞ്ഞു. ഇനി ഒരു കാര്യം മാത്രം ഓർക്കുക, നമ്മൾ ഒരു പ്രകാശമായി നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒരു പ്രകാശമായി നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒത്തിരി പ്രലോഭനങ്ങൾ വരും. ഒത്തിരി പിശാച് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും, അല്ലേ? നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്, അല്ലേ? അപ്പം ആ ദുരാത്മാക്കൾ എപ്പോഴും പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ദീപമാകാതിരിക്കാൻ അത് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഒത്തിരി എക്സാമ്പിൾ അതിന് പറയാനുണ്ട്, സമയക്കുറവുകൊണ്ട് അതൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളൊരു നല്ല തീരുമാനം എടുക്കുമ്പോൾ അതിനെതിരായിട്ടൊരു ഇത് വരും. പക്ഷേ നമ്മുടെ നിലപാടുകൾ, നമ്മുടെ തീരുമാനങ്ങൾ ഒക്കെ നമ്മൾ ഉറച്ചു നിൽക്കുക, അല്ലേ? ആത്മീയതയിൽ ഒരു 2 വഞ്ചിയിലൊരു യാത്രയില്ല, ഒറ്റ വഞ്ചിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. 2 ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണു പോകും. അപ്പം നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ബോധ്യങ്ങൾ, നമ്മുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹം, അതിലൊക്കെ നമ്മൾ നല്ല ഉറപ്പുള്ളവരായിരിക്കണം. അതിന് ഒന്നും നമ്മൾ ചഞ്ചലിക്കാൻ പാടില്ല, അചഞ്ചലരായിരിക്കണം, അല്ലേ? അപ്പോഴാണ് ഈശോ നമ്മളെയും അവൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കൊണ്ടു നടക്കുന്നത് കേട്ടോ. അത് ബുദ്ധിമുട്ടുകളോ സഹനങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ പോലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയല്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. കഷ്ടപ്പാടിൻ്റെ സമയത്ത്, ദുഃഖത്തിൻ്റെ സമയത്ത്, ആകുലതയുടെ സമയത്ത് എല്ലാം നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. അപ്പം 1 hour ക്ലാസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം നിങ്ങളുടെയൊക്കെ സമയം ഒത്തിരി വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അപ്പോൾ കൂടുതൽ സമയമൊന്നും എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ കുടുംബത്തിൽ ഒരു ലൈറ്റായിട്ട്, സമൂഹത്തിൽ ഒരു ലൈറ്റായിട്ട്, അതായത് ഒന്നുമല്ലെങ്കിൽ ഒരു മെഴുകുതിരിയായി തിളങ്ങുന്നവരാണെങ്കിൽ ഒരു 1000 watt ബൾബായിട്ട് തിളങ്ങുന്നവരാണെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിലേക്ക്, ഇങ്ങനെ വലിയ വലിയ പ്രകാശത്തിലേക്ക്. അതായത് യാക്കോബ് കണ്ട ഗോവണിക്ക് ഒത്തിരി പടികളുണ്ടായിരുന്നു, അല്ലേ? വിശുദ്ധിക്ക് അനേക പടവുകളുണ്ട്. ഓരോന്നും ഒരു ഗ്രാജുവൽ കയറ്റമാണ്. ഇങ്ങനെ കയറിയാണ് നമ്മൾ ഫൈനലി നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും കാത്ത് അവിടെ ഈശോ ഉണ്ട്. അപ്പോൾ ഈശോയുടെ നാവിൽ നിന്ന് വെറോണിക്ക കേട്ടതുപോലെ ഏറ്റവും മനോഹരമായ ഗാനം നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് കേൾക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.